വെൽക്കം ടു മൈ ചാനൽ ഹാർമണി. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. വെറും കേക്കല്ല, ബ്രെഡ് കേക്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഇതൊരു 250 റുപ്പീസിൻ്റെ 1 kg ഒരു പാക്കാണ്. വാനില ഫ്ലേവറാണ്. ഷുഗർ സിറപ്പാണ്. മധുരം ഇഷ്ടമില്ലാത്തവർ ഷുഗർ സിറപ്പ് സ്കിപ്പ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിൽ തന്നെ ഒരു മധുരമുണ്ട്. ഇനി നമുക്ക് ഈ ക്രീമെല്ലാം കൂടെ ഞാനിത് മൊത്തത്തിൽ മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രീം നല്ലൊരു കൺസിസ്റ്റൻസി, അതായത് വെള്ളം രൂപമല്ലാതെ ഒരു കട്ടി രൂപത്തിൽ വരണം. ഞാൻ വാനില എസൻസ് ഇവിടെ ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിക്കുന്നുണ്ട്. അതായത് ഈ കാണുന്നത് പോലെ സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് കോരിയെടുക്കുമ്പോൾ താഴെ വീഴാതെ ഇങ്ങനെ കട്ടിക്ക് ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണം. നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് എടുക്കേണ്ടതാണ്. അതിൻ്റെ സൈഡിലുള്ള ഈ ബ്രൗൺ കളറിലെ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഓരോന്ന് കളയാനുള്ള സമയം പേഷ്യൻസ് ഇല്ലാത്തത് കാരണം ഞാൻ എല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങൾ ആരും കളയണ്ട. നമ്മൾക്ക് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ കാണുന്നത് പോലെ കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യാണ്ട് അറുത്തറുത്ത് സൈഡെല്ലാം കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല വൃത്തിക്ക് അതിൻ്റെ സൈഡ് ഭാഗം എല്ലാം കട്ട് ചെയ്ത് വരുന്നതാണ്. ഈ കാണുന്നത് പോലെ നിങ്ങൾ നല്ലതുപോലെ കട്ട് ചെയ്ത് കളയുക. അപ്പം നമ്മൾക്ക് എല്ലാം ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്നത് പോലെ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതിന്. വിപ്പിംഗ് ക്രീം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ. ആദ്യത്തെ ഒരു ലെയറിന് 4 പീസായിട്ട് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഓരോ പീസിലോട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. മധുരം താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. നമ്മളിപ്പം നല്ല രീതിയിൽ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും മധുരം വരുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഫൈനലി ഇതുപോലെ വിപ്പിംഗ് ക്രീം എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നോർമലി പച്ചക്കറി കട്ട് ചെയ്യുന്ന നൈഫാണ്, കത്തിയാണ്. സോ കത്തി വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തോട്ടും ബ്ലെൻഡ് ആകുന്നത് പോലെ ഈ കാണുന്നത് പോലെ ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫില്ലിങ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. പിന്നെ നമ്മൾ അടുത്ത ലെയർ ആഡ് ചെയ്യുകയാണ്. കാണുന്നത് പോലെ 4 പീസ് ബ്രെഡ് വീണ്ടും ക്രീമിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ലെയറും ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ 90% നമ്മളുടെ കേക്കിൻ്റെ പണി ഇവിടെ കഴിയുകയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ ക്രീം എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ കാണുന്നത് പോലെ കത്തി വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കിച്ചണിൽ എന്താണോ അവൈലബിളായി സാധനം ഉള്ളത് അത് വെച്ചിട്ടാണ് എല്ലാം പരിപാടി ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പ്രൊഫഷണൽ കേക്ക് ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ കിച്ചണിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഫൈനൽ ലെയറിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, കൂടുതൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഷേപ്പിന് എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് ലെയറിലോട്ട് വന്നു. ഇതുപോലെ നല്ല രീതിയിൽ ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു 95% കംപ്ലീറ്റ് ആയ ഒരു കേക്കിൻ്റെ ലുക്ക്. അപ്പോൾ ഇനി നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. ഡിസൈനും കൊടുക്കുമ്പോൾ 100% കംപ്ലീറ്റ് ആകും. ഫോർക്ക് നമ്മുടെ കയ്യിൽ ഒരു സ്പൂണുണ്ട്, അത് വെച്ചിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. 4 വശത്തും കേക്കിൻ്റെ ഇതുപോലെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് മനോഹരമായ ഒരു ഡിസൈൻ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.